ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് തുടങ്ങിയേ? സിമ്പിൾ ഇക്വേഷൻസ് അല്ലേ? 7th ചാപ്റ്റർ സിമ്പിൾ ഇക്വേഷൻ നമ്മൾ പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതില് എക്സസൈസ് 7A ഫസ്റ്റും സെക്കൻഡും ചെയ്തു തോന്നുന്നു അല്ലേ? ആ മിസ്സേ, ഫസ്റ്റും സെക്കൻഡും ചെയ്തു. ഇനി തേർഡ് വൺ ചെയ്തു നോക്കാം. Check whether the value given in the brackets is a solution to the given equation. Page number 91. തന്നിരിക്കുന്ന ഇക്വേഷന് തന്നിരിക്കുന്ന വാല്യൂ, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ സ്യൂട്ടബിൾ ആണോ നോക്കുക. അതെന്താന്ന് വെച്ചാൽ ഇക്വേഷനിൽ ഒരു വേരിയബിൾ ഉണ്ട്. വേരിയബിൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ്, നമുക്കറിയാത്ത ഒരു ടേമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണ് വേരിയബിൾ. ഓക്കെ, അപ്പൊ ഒരു ഇക്വേഷനിൽ ഒരു വേരിയബിൾ ഉണ്ടാവും. ആ വേരിയബിളിന് തന്നിരിക്കുന്ന വാല്യൂ സ്യൂട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സ്യൂട്ടബിൾ ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? എന്തായിരുന്നു ഇക്വേഷൻ? തേർഡ് വൺ എന്താ? 5x + 3 = 13. 5x + 3 = 13. അപ്പൊ നമ്മൾ എന്താ ആദ്യം ചെയ്യണ്ടേ? x = 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. എക്സിന്റെ വാല്യൂ 2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് എന്ത് ചെയ്താൽ മതി? LHS = RHS ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ LHS ഏതാ? 5x + 3. LHS = 5x + 3. എക്സിന്റെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? എക്സിന്റെ പ്ലേസിൽ x = 2 ഇട്ട് കൊടുക്കുക. അപ്പൊ എത്ര വരും? 5 × 2. 5x എന്ന് പറയുന്നത് 5 × x ആണേ. 5 × 2 + 3 = 10 + 3 = 13. അപ്പൊ LHS എത്ര കിട്ടി നമുക്ക്? 13 എന്ന് കിട്ടി. ഇനി RHS എത്ര? ഇവിടെ RHS = ഇവിടെ തന്നിട്ടുണ്ട്. RHS 13. LHS ഉം 13 ആണ്, RHS ഉം 13 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? LHS = RHS. അതായത് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 2 ആണ്. LHS = RHS ആയതുകൊണ്ട് തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ 2 ആണ്. എക്സിന് വേറെ ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് ഈ ഇക്വേഷൻ ശരിയാന്ന് പറയാൻ പറ്റില്ല. എക്സിന്റെ വാല്യൂ 2 ആയാലും മാത്രമേ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി അടുത്ത ഇക്വേഷൻ ഏതാ? 7y + 3 = 17. 7y + 3 = 17. എന്താ ചെക്ക് ചെയ്യണ്ടേ? y = -2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. yന്റെ വാല്യൂ -2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ LHS നോക്കുക. LHS എത്രയാ? 7y + 3. yന്റെ പ്ലേസിൽ -2 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുക. 7 ×
minus 2 plus 3 equal to 7 into minus 2 എത്രയാ? 7 into minus 2 minus 14. Minus 14 plus 3. Minus 14 plus 3 എത്രയായിരിക്കും? ഇൻഡിജേഴ്സ് നെഗറ്റീവ് ഇൻഡിജറും പോസിറ്റീവ് ഇൻഡിജറും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണ്ടേ? ഡിഫറൻറ്റ് സൈൻസ് ഉള്ള രണ്ട് ഇൻഡിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക? എങ്ങനെ ആൻസർ കണ്ടുപിടിക്കും? മൈനസ് ചെയ്യണം. അത് 14 3 മൈനസ് ചെയ്യണം. 14 3 മൈനസ് ചെയ്യുക. അതായത് ഡിഫറൻസ് കണ്ടിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഏതാണോ അതായിരിക്കും ആൻസറിന്റെ സൈനും. അപ്പൊ ഇവിടെ ഡിഫറൻസ് വരുന്നത് 11. ആൻസർ -11. അപ്പൊ LHS ഈക്വൽ ടു -11 കിട്ടി. ഇനി RHS എത്രയാ? RHS ഈക്വൽ ടു 17. ഇവിടെ തന്നിട്ടുണ്ട്. RHS വരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. RHS ഈക്വൽ ടു 17. LHS -11ഉം RHS 17ഉം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? LHS not equal to RHS. LHS not equal to RHS. അല്ലേ? LHSന്റെ വാല്യൂ -11, RHSന്റെ വാല്യൂ 17. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഇക്വേഷനിൽ y-ന്റെ വാല്യൂ -2 അല്ല. -2 ആയത് ഈ ഇക്വേഷൻ ശരിയാവില്ല. അപ്പൊ വേറെ എത്രയോ ആണ് ഈ ഇക്വേഷനിൽ y-ന്റെ വാല്യൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തത് ഒന്ന് ചെയ്ത് നോക്കിയേ. അഞ്ചാമത്തതും ആറാമത്തതും ഇതേ മെത്തേഡിൽ അഞ്ചാമത്തതും ആറാമത്തതും 7y + 3 = 17. അതിൽ y-ന്റെ വാല്യൂ 2 ഇട്ടിട്ട് ചെയ്ത് നോക്കുക. അതുപോലെ 7y + 3 = 17. y-ന്റെ വാല്യൂ -3 ഇട്ടിട്ട് ചെയ്ത് നോക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 7y + 3 = 17. എന്താ ചെക്ക് ചെയ്യണ്ടേ? y = 2 ആണോ എന്ന് നോക്കണം. ഓക്കെ, രണ്ടാമത്തെ ശരിയാണ്. LHS = 7y + 3 = 7 × 2 + 3 = 14 + 3 = 17. LHS = 17, RHSും 17 തന്നെ. RHS = 17. So LHS = RHS. ഇങ്ങനെ തന്നെയാണോ അഞ്ചാമത്തെ ചെയ്തേ? നോ മിസ്. തെറ്റിപ്പോയോ? കുഴപ്പമില്ല. ശ്രീദേവോ ഇങ്ങനെ തന്നെയാണോ ചെയ്തേ? മിസ് എനിക്ക് ടെക്സ്റ്റ് ഇല്ല. മിസ് ടെക്സ്റ്റ് ഇല്ല അല്ലേ? സാരമില്ല, കുഴപ്പമില്ല. മിസ് എനിക്ക് 7 × 2 + 3 അവിടെയാ തെറ്റിയത്. 7 × 2 + 3യോ? 7 × 2 + 3 എങ്ങനെയാണോ തെറ്റിപ്പോന്നേ? അല്ല, ഇൻഡു എങ്ങനെയാ മിസ് അവിടെ വന്നേ? എടാ 7y എന്ന് വെച്ചാല് 7y എന്ന് പറഞ്ഞാല് 7 × y ആന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. 7 × y. ഞാൻ അവിടെ മൈനസ് ചെയ്ത് വെച്ചു.
അപ്പോൾ 7y എന്ന് പറയുമ്പോൾ 7 into y. അപ്പൊ എങ്ങനെ എഴുതും? 7 into 2y പകരം 2 ഇടും. മിസ് അപ്പം വേറെ എന്ത് വന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ? എങ്ങനെ മോനെ? ഇപ്പൊ 7 അല്ലാതെ 6y വന്നാലും 6 into 6 into y. അതായത് ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ, ഇപ്പൊ 10ന്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ എഴുതിയെന്ന് വെച്ചോ, 10b എഴുതിയെന്ന് വെച്ചോ. അതിന്റെ മീനിങ് എന്താണെന്നറിയോ? 10 into b എന്നാ. ബിന് നമുക്ക് ഏത് വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോ 25x എന്ന് പറഞ്ഞാൽ 25 into x. നമ്മള് നമ്പറിന്റെ കൂടെ വേരിയബിൾ എഴുതുന്ന സമയത്ത് ഇൻറ്റു സെപ്പറേറ്റ് ആയിട്ട് എഴുതില്ല, ഇൻറ്റു എന്ന് എഴുതില്ല, അത് രണ്ടും ഒന്നിച്ചങ്ങ് എഴുതുകയേ ഉള്ളൂ. പക്ഷെ നമ്പേഴ്സ് മാത്രമാകുമ്പോൾ ഇപ്പൊ 2 into 3 എന്നുള്ളത് 2 3 എന്ന് എഴുതിയാലേ നമ്മൾ 23 വായിക്കുള്ളൂ. നമ്പേഴ്സ് മാത്രമാകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻറ്റു വേണം. വേരിയബിൾസ് മാത്രമാണെങ്കിൽ എക്സ് വൈ എന്നൊക്കെ ആണെങ്കിൽ, എക്സ് വൈ എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എക്സ് ഇൻറ്റു വൈ എന്നാ. വേരിയബിൾസിന്റെ ഇടയിൽ എന്ത് വേണ്ട? ഇൻറ്റു എന്നുള്ള ഇൻറ്റു വേണ്ട. അഡീഷനും സബ്ട്രാക്ഷനും വേണം, ഡിവിഷനും വേണം. മൾട്ടിപ്ലിക്കേഷന്റെ സൈൻ മാത്രം വേരിയബിൾസിന്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അഡീഷൻ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ എന്ന് തന്നെ വേണം, സബ്ട്രാക്ഷൻ ആണെങ്കിൽ എക്സ് മൈനസ് വൈ എന്ന് തന്നെ വേണം, ഡിവിഷൻ ആണെങ്കിൽ എക്സ് ബൈ വൈ. ഡിവിഷൻ ആകുമ്പോൾ എക്സ് ബൈ വൈ, അല്ലെങ്കിൽ ഇപ്പോൾ 25/x. ബാക്കിയൊക്കെ അങ്ങനെ തന്നെ എഴുതും. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ മാത്രം നമ്മൾ എന്ത് എഴുതില്ല? അതിന്റെ സൈൻ എഴുതില്ല. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 7y + 3. അതും ഞാൻ മൈനസാ ചെയ്ത് വെച്ചേ. മൈനസോ? 7y + 3 = 17. വൈന്റെ വാല്യൂ എത്രയാണോ എന്ന് നോക്കണ്ടേ? y = -3. വൈക്ക് പകരം നമ്മൾ -3 എന്നുള്ള വാല്യൂ കൊടുക്കണം. അപ്പൊ LHS എത്ര വരും? LHS = 7 into -3 plus 3. 7 into -3 എന്ന് പറയുമ്പോൾ എത്ര വരും? മിസ് അപ്പൊ എന്റെ കറക്റ്റ്, അവിടെ മൈനസാ ഞാൻ ചെയ്തേ. അവിടെ മൈനസ് ആണോ ചെയ്തേ? 7 into -3 -21. -21 plus 3 = -18. അല്ലേ? -21 plus 3 = -18. LHS = -18 എന്ന് കിട്ടി. RHS എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? RHS = 17. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താ? LHS not equal to RHS. LHS -18 RHS 17 ആയതുകൊണ്ട് LHS not equal to RHS. That means here the value of the variable is not equal to -3. ഇതിന്റെ ഇവിടെ വേരിയബിളിന്റെ വാല്യൂ -3 അല്ല. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാൻ മനസ്സിലായല്ലോ ഏകദേശം? കുഴപ്പമില്ലല്ലോ? മനസ്സിലായി മിസ്. ഇനി നമുക്ക് പഠിക്കാനുള്ള എന്താന്ന് വെച്ചാല് ഫോമിങ് ആൻഡ് ഇക്വേഷൻ. നമുക്കിപ്പോ ഞാൻ ആദ്യം തൊട്ടേ പറയുന്ന കാര്യമാണ്, നമ്മൾ മാത്തമാറ്റിക്സ് എന്ന് വെച്ചാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ലാംഗ്വേജ്, അതായത് ഷോർട്ടസ്റ്റ് ലാംഗ്വേജ് ആണ് മാത്തമാറ്റിക്സ്. നമ്മൾ വലിയൊരു സെന്റൻസിനെ ഒരു ചെറിയൊരു സെന്റൻസ് ആക്കി, ഒരു ചെറിയൊരു ഇക്വേഷൻ ആക്കി മാറ്റി എഴുതുന്ന ലാംഗ്വേജ് ആണ് മാത്തമാറ്റിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കണ്ടുപിടിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഇക്വേഷൻ ആക്കി മാറ്റി എഴുതാം. ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? രണ്ട് വസ്തുക്കൾ, രണ്ട് ഒബ്ജക്ട്സ് ഈക്വൽ ആണെന്ന് പറയാൻ വേണ്ടി ഈക്വൽ സൈൻ ഉപയോഗിച്ച് നമ്മൾ ഒരു സെന്റൻസിനെ എഴുതുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം.
അതായത് മാത്തമാറ്റിക്കൽ സെന്റൻസ്. സാധാരണ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്ന സെന്റൻസ് അല്ല, മാത്തമാറ്റിക്കൽ സെന്റൻസ് ഇക്വേഷൻ ഈക്വൽ സൈൻ വെച്ച് എഴുതുന്നതിനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 90. പേജ് നമ്പർ 90 ഫോമിങ് ആൻഡ് ഇക്വേഷൻ എന്ന് കണ്ടോ ഹെഡിങ്, അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ ദി സ്റ്റേറ്റ്മെന്റ് 7 subtracted from twice a number is 9. 7 subtracted from twice a number is 9. എന്താ സെന്റൻസിന്റെ മീനിങ്? അതൊരു ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വരുന്ന, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്ന ഒരു സെന്റൻസ് ആണ് അല്ലെ. കുറെ വേർഡ്സ് ഉണ്ട്, അതിന് പിന്നെ എന്തൊക്കെയോ ടെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 subtracted from twice a number is 9. അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു സെന്റൻസ്. അതിന് നമ്മൾ എങ്ങനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യും? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ സെന്റൻസിന്റെ കറക്റ്റ് മീനിങ് എന്താന്ന് മനസ്സിലാക്കുക. സെന്റൻസ് വായിച്ചു നോക്കി കറക്റ്റ് മീനിങ് മനസ്സിലാക്കുക. 7 subtracted from twice a number is 9. ആദ്യത്തെ എന്താ? 7 subtracted. അപ്പം 7 സബ്ട്രാക്ട് ചെയ്യുന്നു. 7 സബ്ട്രാക്ട് ചെയ്യുന്നു. ഫ്രം ട്വൈസ് എ നമ്പർ. ഏതിൽ നിന്ന് നമ്മൾ 7 സബ്ട്രാക്ട് ചെയ്യുന്നത്? ട്വൈസ് എ നമ്പർ. ഏതോ ഒരു നമ്പറിന്റെ ഇരട്ടി. ട്വൈസ് എന്ന് വെച്ചാൽ ഡബിൾ. ഏതോ ഒരു നമ്പറിന്റെ ഡബിൾ ആക്കിയതിൽ നിന്ന് നമ്മൾ 7 സബ്ട്രാക്ട് ചെയ്യുന്നു. 7 subtracted from twice a number is 9. അങ്ങനെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 9 കിട്ടുന്നു. അപ്പൊ നമ്മളിത് മാത്തമാറ്റിക്കൽ സെന്റൻസ് ആക്കി മാറ്റി എഴുതുന്ന സമയത്ത് 7 subtracted from, അതായത് 7 സബ്ട്രാക്ട് ചെയ്യുന്നു. 7 subtracted from twice a number. twice a number എന്ന് പറയുമ്പോൾ നമുക്ക് ആ നമ്പർ എത്രയാണെന്ന് അറിയില്ല. twice a number എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏത് നമ്പറിന്റെ ട്വൈസിൽ നിന്നാണ് നമ്മൾ മൈനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അറിയാത്ത നമ്പറിനെ, അറിയാത്ത തിങ്ങിനെ നമ്മൾ മാത്തമാറ്റിക്സിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? വേരിയബിൾസ് ഉപയോഗിച്ചിട്ട്. ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അറിയാത്ത ഒരു ഒബ്ജക്റ്റിനെ, അറിയാത്ത ഒരു സാധനത്തിനെ നമ്മൾ മാത്തമാറ്റിക്സിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്പർ എത്രയാണെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ നമ്പർ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ആ നമ്പർ എക്സ് ആണെങ്കിൽ അതിന്റെ ട്വൈസിൽ നിന്നാണ് 7 മൈനസ് ചെയ്യുന്നത്. ട്വൈസ് എന്ന് വെച്ചാൽ എക്സ് ഇൻറ്റു 2. എക്സ് ഇൻറ്റു 2. എക്സ് ഇൻറ്റു എക്സ് അല്ല, ട്വൈസ് എന്ന് വെച്ചാൽ അതിന്റെ ഡബിൾ. ഒന്നിന്റെ ഡബിൾ എന്ന് വെച്ചാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് ഡബിൾ എന്ന് പറയാം. ട്രിപ്പിൾ എന്ന് വെച്ചാൽ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, 3 മടങ്ങ്. ഡബിൾ എന്ന് വെച്ചാൽ 2 മടങ്ങ്. അപ്പൊ എക്സിന്റെ 2 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നോർമലി 2x എന്ന് പറയും. 2x ഒരു നമ്പറിന്റെ ഡബിൾ എന്ന് പറയുമ്പോൾ 2x. അപ്പൊ ഈ 2xൽ നിന്നാണ് നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നത്? 7 മൈനസ് ചെയ്യുന്നത്. 2x മൈനസ് 7. 2xൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 7 സബ്ട്രാക്റ്റഡ് ഫ്രം ട്വൈസ് എ നമ്പർ ഈസ് 9. അത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9 ആണ്. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു 9. 2x മൈനസ് 7 ഈക്വൽ ടു 9. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അതായത് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഇക്വേഷൻ ഫോം ചെയ്തു. ഇക്വേഷൻ ഫോം ചെയ്യാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല. തന്നിരിക്കുന്ന സെന്റൻസിൽ നിന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാം. തന്നിരിക്കുന്ന സെന്റൻസ് എന്താ? 7 subtracted from twice a number is 9.
ഏതോ ഒരു നമ്പറിന്റെ ഡബിൾ ആക്കിയതിൽ നിന്ന് 7 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 9 എന്ന ആൻസർ കിട്ടുന്നു. അതിനെയാണ് നമ്മൾ ഇവിടെ എങ്ങനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്? 2x മൈനസ് 7 ഈക്വൽ ടു 9. അടുത്ത എക്സാമ്പിൾസ് അവിടെ കുറെ കൊടുത്തിട്ടുണ്ട്. അതിൽ എക്സാമ്പിൾ 1 ഒന്ന് നോക്കിയേ. The sum of example 2, the sum of 3 times x and 5 is 16. Sum of 3 times x and 5 is 16 എന്ന് പറഞ്ഞാൽ ഈസ് എന്ന് പറഞ്ഞിട്ട് വരുന്ന നമ്പർ അതിന്റെ ആൻസർ ആയിരിക്കും. ഒരു സെന്റൻസിൽ ഈസിന് ശേഷം വരുന്നത് അല്ലെങ്കിൽ ഗിവ്സ് എന്ന് പറഞ്ഞു വരുന്നത് അതിന്റെ ആൻസർ ആയിരിക്കും. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? The sum of 3 times x and 5 is 16. സെന്റൻസ് ആദ്യം വായിച്ചു നോക്കുക. The sum of SUM sum. സം എന്ന് പറയുമ്പോൾ അഡീഷൻ. Sum of 3 times x. 3 times x എന്ന് പറയുമ്പോൾ 3 into x. 3 times x എന്ന് പറയുമ്പോൾ 3 into x. അപ്പൊ ഏതൊക്കെയോ രണ്ടിന്റെ സം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അഡീഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. 3 times x-ന്റെയും 5-ന്റെയും സം ഓഫ് 3 times x and 5 is എത്രയാ? 16. Sum of 3 times x and 5 is 16. സെന്റൻസിനെ എന്താണ് മരിയ? തേർഡ് വൺ പറഞ്ഞുതരാലോ. അപ്പൊ ഇത് മനസ്സിലായോ? 3 times x and 5 is 16. അപ്പോ 3x plus 5 equal to 60. ഇനി രണ്ടാമത്തെ ഒന്ന് നോക്കിയേ. അതേപോലെ തന്നെ രണ്ടാമത്തതും 5 times a number n is 35. 5 times a number n is 35. നമ്പർ ഏതാ നമുക്ക് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന നമ്പർ n ആണ്. 5 times a number n. n-ന്റെ 5 times 5n equal to, അതിൽ അഡീഷനും സബ്ട്രാക്ഷനും ഒന്നും വരുന്നില്ല, സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ മാത്രം. 5n is equal to 35. നെക്സ്റ്റ് അടുത്തത്, the number x divided by 3 gives 11. The number x divided by 3 gives 11. ഒരു നമ്പർ x എന്ന് പറയുന്ന ഒരു നമ്പറിനെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു? 11 എന്ന് കിട്ടുന്നു. The number x divided by 3 gives 11. ഏതോ ഒരു നമ്പർ x, അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 എന്ന് കിട്ടുന്നു. Fourth one, 1/4 of a number b is more than 6. Sorry, 5 more than 6. One-fourth of a number b. 1/4 of a number എന്ന് പറഞ്ഞാല് 1/4 of a number b. ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് ഞാൻ മുന്നേ ഏതോ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. 1/4 of a number എന്ന് പറഞ്ഞാൽ 1/4 into b. അതായത് b/4. b/4. b/4 is 5 more than 6. 5 more than 6 എന്ന് പറയുമ്പോൾ ആൻസർ 5 ആയിരിക്കും. 5 more than 6. അതായത്
b/4 നിന്ന് 6 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. ഇത് മനസ്സിലായിട്ടുണ്ടാവില്ല. 1/4 ഓഫ് b എന്ന് മനസ്സിലായല്ലോ. 1/4 ഓഫ് b, അതായത് b/4. b/4, 1/4 of a number b is 5 more than 6. അതായത് b/4 നിന്ന് 6 മൈനസ് ചെയ്താൽ നമുക്ക് 5 എന്ന് കിട്ടും എന്നാണ് ഇതിന്റെ ആൻസർ. 1/4 of b is greater than 6/5. b/4 minus 6 equal to 5. ഇത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ഇനി ഇതില് എക്സസൈസ് 7A ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ റൈറ്റ് ദ ഇക്വേഷൻസ് ഫോർ ദി ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് കണ്ടോ? അതില് 1, 2, 3 അത് മൂന്നും ജസ്റ്റ് ഒന്ന് ഇപ്പൊ എഴുതി നോക്കുക. അടുത്ത ക്ലാസ്സിന് മുന്നേ 10:45 ക്ലാസ്സിന് മുന്നേ അതൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി ഇത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.